ഹായ് ഫ്രണ്ട്സ്, ജൂലൈ 21 ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് LP, UP, HS, HSS വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരത്തിന് ഉപകാരപ്പെടുന്ന ചില ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പാർട്ട് 1ൻ്റെയും 2ൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് കാണാത്തവർ അത് കാണുക. ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്, ഇത് ഉറപ്പായും ഉപകാരപ്പെടും. നമുക്ക് തുടങ്ങാം. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാൽ കുത്തിയപ്പോൾ പറഞ്ഞ വാക്കുകൾ എന്താണ്? മനുഷ്യന് ഇതൊരു ചെറിയ കാൽവെപ്പ്, മനുഷ്യരാശിക്ക് ഇതൊരു വൻ കുതിച്ചുചാട്ടം. ഇതുവരെ ചന്ദ്രനിലേക്ക് പോയ മനുഷ്യരുടെ എണ്ണം എത്രയാണ്? 12. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ? വിക്രം സാരാഭായ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം ഏതാണ്? ചാന്ദ്രയാൻ. 2014 ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിയ ഇന്ത്യയുടെ ഉപഗ്രഹം? മംഗൾയാൻ. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തുമ്പ. ISROയുടെ ആസ്ഥാനം എവിടെ? ബാംഗ്ലൂർ. ലോകത്തെ ഏറ്റവും വലിയ ബഹിരാകാശ സ്ഥാപനം ഏതാണ്? നാസ. സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ISRO പദ്ധതിയുടെ പേര്? ആദിത്യ. ഒരു വ്യാഴവട്ടം എന്നത് എത്ര വർഷമാണ്? 12 വർഷം. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? 2008 ഒക്ടോബർ 22. ചാന്ദ്രോപരിതലത്തിലെ പൊടിയുടെ ഗന്ധം എന്താണ്? വെടിമരുന്നിൻ്റെ ഗന്ധം. ചന്ദ്രൻ്റെ ഭൂപടത്തിൽ ഇരുണ്ട ഭാഗങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെ? മരിയ കടലുകൾ. ഹിന്ദു പുരാണ പ്രകാരം ചന്ദ്രനെ ആരായിട്ടാണ് കണക്കാക്കുന്നത്? ദേവത. ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തുവായ ലൂണ ചന്ദ്രോപരിതലത്തിൽ ചെന്നിടിച്ച വർഷം? 1959. സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളുടെ സ്വാഭാവിക ഉപഗ്രഹങ്ങളിൽ വലുപ്പം കൊണ്ടും ഭാരം കൊണ്ടും വ്യാസം കൊണ്ടും ചന്ദ്രൻ്റെ സ്ഥാനം? 5ാം സ്ഥാനം. ചന്ദ്രഭൂപടത്തിൽ പ്രകാശമായ ഭാഗങ്ങൾ അറിയപ്പെടുന്നത്? ടെറേ ഭൂഖണ്ഡങ്ങൾ. ഒരേ സമയം ചന്ദ്രൻ്റെ പകുതി മാത്രം ദൃശ്യമാകുന്ന പ്രതിഭാസം? ലിബറേഷൻ. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ഏതാണ്? സൗത്ത് പോൾ എയ്ക്കൽ ബസിൽ. നാസ സ്ഥാപിതമായത് എന്നാണ്? 1958 ജൂലൈ 29. നാസ രൂപീകൃതമായത് ആരുടെ നേതൃത്വത്തിൽ? ചാൾസ് ഡി വാൽകോട്ട്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള അമേരിക്കയുടെ ആദ്യത്തെ സംരംഭം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രൊജക്റ്റ് മെർക്കുറി. കൽപ്പന ചൗള മരണമടഞ്ഞത് എന്നാണ്? 2003 ഫെബ്രുവരി 1. ആദ്യ ചാന്ദ്രയാത്ര കഴിഞ്ഞ് അപ്പോളോ 11 ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്നാണ്? 1969 ജൂലൈ 24. ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെ?
ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.